പറയുന്നത് വെച്ചാൽ 5 മോൾസ് ഓഫ് എ ഉണ്ട്, 8 മോൾസ് ഓഫ് ബി ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം ഇങ്ങനത്തെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ലിമിറ്റിംഗ് റേഞ്ചിനെ കണ്ടെത്തണം. ലിമിറ്റിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 5 മോൾസ് ഓഫ് എ ഉണ്ട്, അതേപോലെ 8 മോൾസ് ഓഫ് ബി ഉണ്ട്. ഇപ്പോൾ മോൾസ് ഡിവൈഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻ, ദാറ്റ് മീൻസ് 5/1. അതേപോലെ മോൾസ് ഡിവൈഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻ. അപ്പം 5ആണോ വലുത് 4ആണോ വലുത്? ഡെഫിനറ്റ്ലി 5ആണ് വലുത്. സോ ഏറ്റവും ചെറുത് അവനാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ദാറ്റ് മീൻസ് ബി ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്, റൈറ്റ്? സോ ബി ലിമിറ്റിംഗ് റിയേജൻറ്റ് ആണെങ്കിൽ 2 മോൾസിൽ നിന്ന് എന്താണ് എടുത്താൽ പറയുന്നത്? എത്രയാണ് എടുത്താൽ പറയുന്നത്? സി കണ്ടെത്താൻ പറയുന്നത്, റൈറ്റ്? സോ 2 മോൾസിൽ നിന്ന് 1 മോൾ സി കിട്ടുന്നുണ്ടെങ്കിൽ എത്ര മോൾസ് ബി ഉണ്ട്? 8 മോൾസിൽ നിന്ന് എത്ര മോൾസ് കിട്ടും? 8 × 1/2, ദാറ്റ് ഈസ് 4 മോൾസ് ഓഫ് സി കിട്ടും. സോ യെസ്, ഡൺ. അടുത്ത ക്വസ്റ്റ്യൻ, അമൗണ്ട് ഓഫ് ഓ. അപ്പോൾ ആദ്യം ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. അതെങ്ങനെ അറിഞ്ഞിരിക്കും? സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? K3PO4 ആയിട്ട് റിയാക്ട് ചെയ്യാണ്. എന്നിട്ട് എന്താ കിട്ടുക? മാക്സിമം മോൾസ് ഓഫ് KCl കിട്ടുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ കെയും സിയലും വന്നു. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് പ്ലസ് മാച്ച് കളയാം. സ്ട്രോൺഷ്യം പിന്നെ PO4 സാധനം അല്ലേ? അപ്പോൾ ആദ്യം ഇത് -1 ആണ്. അപ്പോൾ അത് -1 -2 ആകുന്നതുകൊണ്ട് ഇത് മേ ബി +2 ആവാം. ഇനി ഇയാൾ +1 ആണ് നമുക്കറിയാമല്ലേ, K+ അറിയാം. അപ്പം ഇത് +3 ആയതുകൊണ്ട് ഇത് -3 ആവാം. അപ്പോൾ -3 ഇവിടെ വരണം. അപ്പോൾ അതെങ്ങനെയാണ്? ഒന്നെങ്കിൽ ഇങ്ങനെ എക്സ്ചേഞ്ച് മെത്തേഡ്, അത് ഓരോന്നിൻ്റെ ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ച് നോക്കുക, രണ്ടും കിട്ടണം. അപ്പോൾ 6 രണ്ടിനും കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പം ഇത് 2 ആണെങ്കിൽ ഇത് 3, ഇത് 3 ആണെങ്കിൽ ഇത് 2 എടുക്കാം. ഓക്കെ, കറക്റ്റ് അല്ലേ? കാരണം വെച്ചാൽ PO4 -2 × -3 ദാറ്റ് ഈസ് -6, 3 × +2 ദാറ്റ് ഈസ് +6. അപ്പം കംപ്ലീറ്റ്ലി ഇതായി. ഇനി ഇത് എഴുതി കറക്റ്റാണ്, ശരി. ഇനി ഇതിങ്ങനെ ബാലൻസ് ചെയ്യാം. അപ്പോൾ ഞാൻ കാണാണ് സ്ട്രോൺഷ്യം 3 ഉണ്ട്. അപ്പോൾ അതിന് എനിക്ക് ക്ലോറിനെ നമുക്ക് എത്ര വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. കാരണം വെച്ചാൽ ഇവിടെ KCl അതിനനുസരിച്ച് നമുക്ക് എത്ര വേണം ഇട്ടിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ സ്ട്രോൺഷ്യത്തിന് ഞാൻ 3 എന്നുള്ളത് ഞാനിവിടെ 3 കൊടുക്കുകയാണ്. ശരി, അപ്പോൾ ക്ലോറിൻ എത്രയായി? 6 ക്ലോറിനായി. അപ്പോൾ അവിടെ 6 കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഇവിടെ പൊട്ടാസ്യം 3 ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പൊട്ടാസ്യം 3 ഉണ്ട്. അപ്പം എത്ര കൊടുക്കണം ചിന്തിക്കട്ടെ. എനിവൈസ് ഇവിടെ 6 ക്ലോറിൻ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കും? ഇവിടെ 6 കൊടുക്കും. അപ്പോൾ 6 പൊട്ടാസ്യം വരുന്നുണ്ട്. 6 പൊട്ടാസ്യം വരുന്നുണ്ടെങ്കിൽ പ്രോബ്ലി ഇവിടെ 2 വരണം. അപ്പോൾ ഇത് നോക്കി നോക്കുക, എല്ലാം ബാലൻസ്ഡ് ആയി. നോക്കിയേ, ബാലൻസ്ഡ് ആയിട്ടില്ലേ? ആയിട്ടുണ്ട്. ശരി, ഇനി ബാലൻസ്ഡ് ആയി. ബാലൻസ്ഡ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 0.3 മോൾ, ഇത് 0.3 മോൾ ഉണ്ട് പോലും. ഇതെത്ര മോൾസ് ഉണ്ട്? ഇത് 0.2 മോൾസ് ഉണ്ട് പോലും. ആരാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്? ഇത് മോൾസ് ഡിവൈഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻറ്റ്. സോ 2 പേർക്കും ഒരേ വാല്യൂസ് കിട്ടുന്നത്. അപ്പോൾ 2 പേരും ലിമിറ്റിംഗ് റിയേജൻസ് ആണ്. ഈ ചങ്ങായി ലിമിറ്റിംഗ് റിയേജൻറ്റ്, ഈ ചങ്ങായി ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ ആര് വെച്ചിട്ട് നോക്കാം. ഇനി 0.2 മോൾസ് ഓഫ് KCl. അപ്പോൾ നമുക്കറിയാം 3 മോൾസ് ഓഫ് ഈ സ്ട്രോൺഷ്യം ക്ലോറൈഡ് എത്ര? 6 മോൾസ് ഓഫ് KCl ആണെങ്കിൽ 0.3 എത്ര കിട്ടും? 18, ദാറ്റ് 1.3/3, ദാറ്റ് ഈസ് 0.6 മോൾസ് കിട്ടും. യെസ്, ഓപ്ഷൻ 8 ആണ്. അടുത്ത BaCl2. ഇത് വീണ്ടും റിയാക്ഷൻ അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ ഞാൻ പറയും BaCl2 ആരായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു Na3PO4 ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. എന്താ കിട്ടുക? Ba3PO4 ട്വൈസ് കിട്ടും. പ്ലസ് ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ക്ലോറിൻ്റെ സാധനം. ഓക്കെ, NaCl ആയിരിക്കും പ്രോബ്ലി, റൈറ്റ്? അപ്പം 3BaCl. അപ്പോൾ ഞാൻ ബാലൻസ് ചെയ്യണം 3. അപ്പം ഇനി NaCl എത്ര? ഇവിടെ 6 സോ ഞാനിവിടെ 6 കൊടുക്കുകയാണ്. അപ്പോൾ NaCl കറക്റ്റ് 6 ആണ്. അപ്പോൾ ഞാൻ കൊടുക്കില്ല, 2 കൊടുക്കും. ഇപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുണ്ട്. ശരി, ഇനിയോ മാക്സിമം നമ്പർ ഓഫ് മോൾസ്. ഇവിടെ വീണ്ടും ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടെത്താം. ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ സിമ്പിളായിട്ട് ബാക്കി പരിപാടി സെയിം പരിപാടി ചെയ്യാം. ഇനി എങ്ങനെ എക്സസ് റിയേജൻറ്റ് കണ്ടെത്താമെന്ന്. അപ്പോൾ എക്സസ് റിയേജൻറ്റ് നമ്മൾ സെയിം പരിപാടി ചെയ്യണം. ലിമിറ്റിംഗ് റിയേജൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ആക്ച്വൽ നമ്പർ ഓഫ് റിയാക്റ്റൻസ് കിട്ടും. എത്രയാണ് ആക്ച്വൽ നമ്പർ ഓഫ് റിയാക്റ്റൻസ് ഉള്ളതെന്ന് കിട്ടും. എത്ര റിയാക്റ്റൻസ് ആ വേണ്ടതെന്ന് കിട്ടും. അതെന്ത് ചെയ്യുക? എടുത്തിട്ടുള്ള റിയാക്റ്റൻസ് മോൾസ് നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സസ് റിയേജൻറ്റ് കിട്ടും. നമുക്ക് GI അഡ്വാൻസ് PYക്ക് നോക്കി നോക്കാം, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. പറയാന്ന് വെച്ചാൽ അലുമിനിയം റിയാക്ട്സ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ടു ഫോംസ് അലുമിനിയം സൾഫേറ്റ്. അപ്പോൾ അലുമിനിയം ആരായിട്ട് റിയാക്ട് ചെയ്യുന്നത്? സൾഫ്യൂരിക് ആസിഡായിട്ട് H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യാണ്. അപ്പോൾ എന്താ കിട്ടുന്നത്? അലുമിനിയം സൾഫേറ്റ്, ദാറ്റ് മീൻസ് AlSO4. ഓക്കെ, ഇതെങ്ങനെ ഉണ്ടാവാൻ? സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 2- ആണ്, അലുമിനിയം എന്ന് പറഞ്ഞാൽ 3+ ആണ്. സോ ഇങ്ങോട്ടേക്ക് വരും, പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് വരും. ആയില്ലേ? കറക്റ്റായി. പ്ലസ് ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകുമ്പോൾ. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ ഒന്നാമത് അലുമിനിയം ഇവിടെ 2 വേണം, ബിക്കോസ് 2 ഉണ്ട്. SO4 3 ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 3 കൊടുക്കും. ഹൈഡ്രജൻ ഗ്യാസും ഞാൻ 3 കൊടുക്കും. ശരി,
ഇവിടെ ഉണ്ടെന്ന ഹൈഡ്രജൻ ഗ്യാസിൻ്റെ വോളിയമാണ് കണ്ടെത്താൻ പറയുന്നത്. പ്രൊഡ്യൂസ്ഡ് അറ്റ് 300 കെൽവിൻ. ശരി. 5.4 ഗ്രാംസ് ഓഫ് അലുമിനിയം ഉപയോഗിച്ചിട്ടുണ്ട് പോലും. അപ്പോൾ 5.4 ഗ്രാംസ് ഓഫ് അലുമിനിയം, ദാറ്റ് മീൻസ് 54 into 10⁻⁻1 divided by moles കണ്ടെത്തിയാണ്. given mass divided by molecular mass, that is 27 and that is 2. So 2 by 10 moles, that is 0.2 moles of aluminum ഉണ്ട്. ഇനി 50 ml of 5 molar sulfuric acid. അപ്പോൾ നമുക്കറിയാം മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. സോ ഞാൻ പറയും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഇൻ ലിറ്റർ. സോ വോളിയം ഇവിടെ 50 ml തന്നിട്ടുണ്ട്. സോ 50 ഡിവൈഡ് ബൈ 1000 ആണ്, ബിക്കോസ് ലിറ്ററിലേക്ക് മാറ്റണം. അതെന്ന് പറഞ്ഞാൽ 5 ആണ്. സോ ഇവിടുന്ന് ഇത് കട്ടാക്കാം. എത്ര കിട്ടും? 200. അപ്പം n ഈസ് ഈക്വൽ ടു 50/200, ദാറ്റ് മീൻസ് 1/4 മോൾസ് ഓഫ് ആരുണ്ട്? അലുമിനിയം അല്ല സൾഫറിക് ആസിഡ് ഉണ്ട്. അപ്പം ഇത് 1/4 മോൾസ് ഓഫ് സൾഫറിക് ആസിഡ് ഉണ്ട്. ഈ ചങ്ങയോ അലുമിനിയം എത്ര ഉണ്ട്? അത് 0.2 ഉണ്ട്. അപ്പോൾ ആരാണ് ഇത് കോഫിഷ്യൻസിനോട് ഡിവൈഡ് ചെയ്ത് മനസ്സിലാവും. ഇവനാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇവൻ ലിമിറ്റിംഗ് റിയേജൻ്റ് ആണെങ്കിൽ എത്ര മോൾസ് ഓഫ് എന്താണത്? ഹൈഡ്രജൻ ഗ്യാസ് 3 മോൾസ് 3 ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടെങ്കിൽ 1/4 മോൾസ് 1/4 ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്. സോ 1/4 ഹൈഡ്രജൻ ഗ്യാസ് ഉള്ള കാര്യവും മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ വോളിയം കണ്ടെത്താനാണ്. പക്ഷേ ഇവിടെ 300 കെൽവിൻ എസ് ടി പി അല്ല. ഓക്കെ, 1/4 മോൾസ് ഓഫ് എസ് ടി പിയിലാണ് 22.4 ലിറ്ററാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇവിടെ 300 ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പി വി = NRT ഉപയോഗിക്കുന്നു. ഇവിടെ ആറിൻ്റെ വാല്യൂ അറിയാം, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, N 1/4 ഇപ്പം കണ്ടെത്തിയേ ഉള്ളൂ, പ്രഷർ തന്നിട്ടുണ്ട്, വോളിയം കണ്ടെത്തിയിട്ടാണ്. ദ റിയാക്ഷൻ ഓക്കെ ഇസ് ക്യാരിഡ് ബൈ 24 ഗ്രാംസ് കാർബൺ. ആരാണ് എക്സസ് റിയേഷൻ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 24 ഗ്രാംസ് കാർബൺ എന്ന് പറഞ്ഞാൽ എത്ര മോൾസ്? 2 മോൾസ്. ഓക്കെ, ഡയറക്റ്റ് കണ്ടെത്താൻ അറിയാമല്ലോ. 96 ഗ്രാംസ് എന്ന് പറഞ്ഞാൽ അത് എത്ര? 4 മോൾസ് ഓഫ് ഓക്സിജനും ഉണ്ട്. ശരി, ഇനി ഇത് ചെയ്ത് നോക്കാം. ഐ മീൻ മോൾസ് ഡിവൈഡ് ബൈ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യൻ ആയിരിക്കണം ഏറ്റവും ചെറുത്. ഡെഫിനറ്റ്ലി കാർബൺ ആണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇയാളാണ് എക്സസ് റിയേജൻറ്റ്. ആരാണ് എക്സസ് റിയേജൻറ്റ്? ഓക്സിജൻ ആണ്. ഹൗ മച്ച് ഇറ്റ് ഈസ് ലെഫ്റ്റ്? ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. 2 മോൾസിൽ 1 ലിമിറ്റിംഗ് റിയേജൻറ്റ് വെച്ചിട്ട് എത്ര ബാക്കിയാണ്? 2 മോൾസിൽ 1 കിട്ടുന്നുണ്ട്. ഇവിടെ എത്ര എടുത്തിട്ടുള്ളത്? വീണ്ടും 2 മോൾസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എത്രയാണ്? 1 മോൾസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം 1 മോളാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ അത്ര എടുത്തിട്ടില്ല. ഇവിടെ 4 മോൾ എടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി 3 മോൾസ്, സോറി ഇത് ഓക്സിജന് 3 മോൾസ് ആയിട്ടുള്ളൂ. ഓക്സിജന് 3 മോൾസേ ഉള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന 2 മോൾസാണ് എക്സസ് ആയിട്ട് വരുന്നത്. ഹൗ മച്ച് മോൾ ഓഫ് കാർബൺ മോണോക്സൈഡ് ഇസ് ഫോംഡ്? അത് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് 2 മോൾസ് കാർബണിൽ 2 മോൾസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 2 മോൾസ് ഇവിടെ 2 മോൾസിന് എടുത്തിട്ടില്ല. അപ്പോൾ 2 മോൾസ് കാർബൺ ഡൈ ഓക്സൈഡ്, സോ 2 മോൾസ് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയല്ലോ. ഇനി ഹൗ മെനി ഗ്രാംസ് ഓഫ് അതർ റിയാക്ടൻ ഷുഡ് ബി ടേക്കൺ സോ ദാറ്റ് നത്തിങ് ഇസ് ലെഫ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി റിയാക്ഷൻ? അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ബാക്കി വരുന്ന 2 മോൾഡ് ഓക്സിജൻ, അതെന്തുകൊണ്ട്? അത് എക്സസ് റിയേജൻറ്റ് ആയതുകൊണ്ടാണ്. അത് അതെങ്ങനെ ബാക്കി? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 2 മോൾ കാർബൺ ഉണ്ടെങ്കിൽ 2 മോൾ കാർബണും 1 മോൾ ഓക്സിജനും കൂട്ടിയിട്ടാണ് നമുക്ക് കാർബൺ മോണോക്സൈഡ് 2 മോൾസ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ശരി, അങ്ങനെ ആകുമ്പോൾ 4 മോൾസ് ഓക്സിജൻ അഥവാ റിയാക്ട് ചെയ്യുന്നുണ്ട് അസ്യൂം ചെയ്യാം. 3 മോൾസ് എടുത്തിട്ടുള്ള 3 മോൾസ് ഓക്സിജനായിട്ട് കംപ്ലീറ്റ് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി എത്ര മോൾസ് വേണ്ടി വരും? 3 മോൾസ് ഓക്സിജൻ ആക്ച്വലി റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എത്ര വേണ്ടി വരും? ഇവിടെ 6 മോൾസ് കാർബൺ വേണ്ടി വരും. പക്ഷേ ഇവിടെ 6 മോൾ കാർബൺ ഒന്നുമില്ല, എടുത്തിട്ടുള്ളത് 2 മോളുള്ളൂ. അതുകൊണ്ടാണ് 2 മോൾസ് കാർബൺ ആക്ച്വലി റിയാക്ട് ചെയ്യുന്നത്. അയാളാണ് ലിമിറ്റിംഗ് റിയേജൻ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ഓക്സിജനെ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് പോകണമെങ്കിൽ ആക്ച്വലി എത്ര എടുക്കാനായിരുന്നു? ഓക്സിജന് എടുത്തിട്ടുള്ള 3 മോളും റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കാർബൺ അതിൻ്റെ ഡബിൾ 6 മോൾസ് എങ്കിലും റിയാക്ട് ചെയ്യണം, റൈറ്റ്? അപ്പോൾ 6 മോൾസ് കാർബൺ റിയാക്ട്, എന്തായാലും 6 × 12 ചെയ്താൽ 72 ഗ്രാംസ് റിയാക്ട് ചെയ്യണമായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ ആകെ 2 മോൾസ് അല്ലെങ്കിൽ 24 ഗ്രാംസേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓക്സിജൻ ആക്ച്വലി എക്സസ് ആയിട്ട് വരുന്നത്. ഓക്സിജൻ ഈ 2ൻ്റെ പകുതി 1 മോൾ മാത്രം റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു തിയററ്റിക്ക് ചിന്തിക്കണം. ഇനി കുറച്ചൊരു ബെസ്റ്റ് മെത്തേഡിൽ ചിന്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചിന്തിക്കാൻ വെച്ചാൽ വാട്ട് ഗ്രാം ഓഫ് അതർ റിയാക്റ്റൻ. അപ്പം ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ലിമിറ്റിംഗ് റേഞ്ച് എന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് 1 മോൾ ഓക്സിജന് 2 മോൾ കാർബൺ ആണെങ്കിൽ എത്ര മോൾസാണ് ഇവിടെ ഉള്ളത്? എടുത്തിട്ടുള്ളത് 4 മോൾസ്. ഓക്സിജനെ ലിമിറ്റിംഗ് റിയേജൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്സിജൻ 4 മോൾസ് അല്ല, 3 മോൾസ് ആണെങ്കിൽ 6 മോൾസ് കാർബൺ ട്രീറ്റ് ആവണം. അപ്പോൾ അങ്ങനെ നമുക്ക് തിയററ്റിക്കലി ചിന്തിച്ചിട്ട് പറയാം. അല്ലെങ്കിൽ നമുക്കൊന്നുകൂടി കൺസെപ്റ്റ് ലോജിക്കലി ചിന്തിക്കാൻ. ഓക്കെ, 2 മോൾ 1 മോൾ ഓക്സിജനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 3 മോൾസ് ഓക്സിജൻ എടുത്തിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ 3 മോൾസ് കംപ്ലീറ്റ്ലി ട്രീറ്റ് അല്ലെങ്കിൽ 3 മോൾസ് തീരണമെങ്കിൽ, അതാണ് 3 മോൾസാണ് ഇപ്പോൾ ആക്ച്വലി എക്സസ് ആയിട്ട് വരുന്നത്. പക്ഷേ 3 മോൾസ് കംപ്ലീറ്റ് തീരണമെങ്കിൽ 6 മോൾസ് കാർബൺ എടുത്തിരിക്കണം. കാരണം 2:1 റേഷ്യോയിൽ വരുന്നത് അല്ലേ. കറക്റ്റ്. ഇപ്പോൾ സീക്വൻഷ്യൽ റിയാക്ഷൻസ് നോക്കുക. അപ്പോൾ 2 മോൾസ് ശരി. ഇപ്പം 2 മോൾസ് എത്ര മോൾസ് എടുത്തിട്ട് 4 മോൾസ് എടുത്തിട്ടുണ്ട്. 4 മോൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ 4 മോൾസ് ബി കിട്ടും. 4 മോൾസ് ബി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ വരുന്നുണ്ട്. അപ്പം 8 മോൾസ് സി കിട്ടും. 8 മോൾസ് സി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ 8 മോൾസ് നമുക്കൊരു 3 4 ഡി ആണെങ്കിൽ ഇവിടെ 8 എത്ര കിട്ടും? 36 തരും. 84/3. സോ അത് 10 ചില്ലറ. യെസ്. അടുത്ത ഇതേപോലത്തെ സെയിം ക്വസ്റ്റ്യൻ, വെറുതെ സമയം വേസ്റ്റ് ആക്കുന്നില്ല ഞാൻ. ഇനി പെർസെൻറ്റേജ് ഈൽഡ്, നമുക്ക് പെർസെൻറ്റേജിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ ഇന്ന സെർട്ടൺ ഓപ്പറേഷൻ 35 grams ഓഫ് എന്താ ടൈറ്റാനിയം ക്ലോറൈഡ്. എന്താ സംഭവം? ടൈറ്റാനിയം ക്ലോറൈഡ് ആരായിട്ട് ട്രീറ്റ് ആവുന്നത്? മഗ്നീഷ്യായിട്ട് ട്രീറ്റ് ആവുന്നത്. അപ്പോൾ എന്താ കിട്ടാൻ? സ്വാഭാവികം ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. MgCl2 ആയിരിക്കും. ബിക്കോസ് എന്താ Mg2+ ആയതുകൊണ്ട് Cl2 വന്നത്. ഓക്കെ. പ്ലസ് ബാക്കിയുള്ള എന്താ ഉള്ളത്? ബാക്കി ടൈറ്റാനിയം ഒറ്റയ്ക്ക് വെറുതെ പെട്ടുപോയി. റൈറ്റ്. അപ്പോൾ ടൈറ്റാനിയം ഇവിടെ 4 ഉള്ളതുകൊണ്ട് ഞാൻ 2 ആക്കാണ്. അപ്പോൾ ഇവിടെ 2 ആയി. അപ്പം കറക്റ്റ് ആയിട്ടുണ്ട്. ശരി. 358 grams ഓഫ് എത്ര മോൾസ് ഉണ്ട്? 358 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ഇത് എത്രയാണ്? ഇവിടെ ഇപ്പോൾ ഞാൻ കണ്ടെത്താൻ പോകുന്നില്ല. ഇവിടെ 190. ശരി, 190. അപ്പോൾ ഇത്രയും മോൾസ് ഓഫ് ഇതുണ്ട്. ശരി. ഇവിടെ ആരാണ് ലിമിറ്റിംഗ് റേജൻറ്റ് അല്ലേ? മഗ്നീഷ്യം എത്ര മോൾസ് ഉണ്ട്? ഇവിടെ 96 എടുത്തിട്ടുണ്ട്. മഗ്നീഷ്യത്തിന് 24 സോ മഗ്നീഷ്യം 4 മോൾസ് ഉണ്ട്. ഇവിടെ 4 മോൾസ് മഗ്നീഷ്യം ഉണ്ട്. ഇപ്പോൾ 4/2 സ്റ്റോഷിയോമെട്രിക് മോൾസ് ബൈ സ്റ്റോഷിയോമെട്രിക് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 കിട്ടും. ഇവിടെ ഈ സാധനം ബൈ 1 കിട്ടും. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ആരാണ് ചേർത്ത്? ലിമിറ്റിംഗ് റിയേജൻ എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം ക്ലോറൈഡ്. അപ്പോൾ ടൈറ്റാനിയം ക്ലോറൈഡാണ് നമ്മുടെ Lr. ഓക്കെ. എന്താണ് കണ്ടെത്താണ്? ടൈറ്റാനിയം എത്ര കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. ആക്ച്വൽ 32 grams ആണ് കിട്ടിയിട്ടില്ലെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയാണ് ശരി, 1 മോളിൽ 1 ടൈറ്റാനിയം ആണെങ്കിൽ എത്ര ടൈറ്റാനിയം മോൾസ് കിട്ടിയിട്ടുണ്ടാവും? 358 ഡിവൈഡ് ബൈ 190 ടൈറ്റാനിയം മോൾസ് കിട്ടിയിട്ടുണ്ടാവും. അത് ഇൻറ്റു അതിൻ്റെ മാസിനെ കണ്ടെത്താൻ പോകണം. അപ്പം അത് ഇൻറ്റു ടൈറ്റാനിയത്തിൻ്റെ ഒരു ടൈറ്റാനിയത്തിൻ്റെ മാസ് 48 അപ്പോൾ ഇത്രയും വെയ്റ്റ്സ് ഓഫ് ടൈറ്റാനിയം ഉണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് 90.4 grams ആണ് ഉള്ളത്. അപ്പോൾ 94 grams ഓഫ് ടൈറ്റാനിയം കിട്ടേണ്ടതായിരുന്നു അക്കോർഡിംഗ് ടു ഡേറ്റ, അക്കോർഡിംഗ് ടു മാത്തമാറ്റിക്സ്, അക്കോർഡിംഗ് ടു കെമിസ്ട്രി. പക്ഷേ നമ്മളിപ്പം ഒരു ഓപ്പറേഷനാണ്, പല മിസ്റ്റേക്സും പറ്റുക, അല്ലെങ്കിൽ കുറച്ച് ടൈറ്റാനിയം സൈഡിൽ നിന്ന് ഇങ്ങനെ വേറിപ്പോയി ഒരു ഫാക്ടറിയിൽ പല മിസ്റ്റേക്സും ഹ്യൂമൻ എറർസും നടക്കും. അപ്പം 90.4 grams കിട്ടേണ്ടത് നമുക്ക് ആക്ച്വലി കിട്ടിയ ടൈറ്റാനിയം 32 grams പോലും. അപ്പോൾ പെർസെൻറ്റേജ് ഈൽഡ് അല്ലെങ്കിൽ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് നമുക്കൊരു സാധനം എടുക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടേണ്ട സാധനം ദാറ്റ് ഈസ് 90.4 ഇൻറ്റു ആക്ച്വലി കിട്ടിയ സാധനം ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് എത്രത്തോളം നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്. 30%, 100% ഈൽഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. അങ്ങനെ. അപ്പോൾ അതാണ് ഉത്തരം. ഈ ക്വസ്റ്റ്യൻ സിമിലർ ക്വസ്റ്റ്യൻ ആണ്. 10 മോൾസ് 4 മോൾസ് ആയിട്ട് ട്രീറ്റ് ആവുന്നുണ്ട്. ആരാണ് ഇതിൻ്റെ ലിമിറ്റിംഗ് റേഞ്ചിന്? 10/2 5 ചെയ്ത് നോക്കുക. ആരാണ് ഏറ്റവും ചെറുത്? അല്ല, സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻ മോൾസ് ഡിവൈഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻ ആർക്കാണ് അത് ഏറ്റവും ചെറിയ വാല്യൂ? അവനാണ് ലിമിറ്റിംഗ് റേഞ്ച്. അപ്പോൾ ഇവനാണ് ലിമിറ്റിംഗ് റേഞ്ച്. അപ്പം 4 മോളിൽ 3 മോൾസ്. അപ്പം ഇവിടെ ആക്ച്വലി 4 മോളല്ലേ. അപ്പോൾ 1 മോളിൽ 3 മോളാണ്, 4 മോളിൽ 6 മോൾസ് കിട്ടണം. അപ്പോൾ 6 മോൾസ് ആണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ 80% ഈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ 6 മോൾസ് ഇൻറ്റു 80% കിട്ടുള്ളൂ 6 മോൾസിൻ്റെ. അത് എത്രയാണ്? 48/5 മോൾസേ കിട്ടുന്നുള്ളൂ. ഇനി 48.5 മോൾസ് ഓഫ് സി ഉണ്ട്. ഇവിടെ വീണ്ടും ലിമിറ്റിംഗ് റേഞ്ചിൻ്റെ സി ആണ്. ഇപ്പം 13 മോൾസിൽ 2 മോൾസ് ആണെങ്കിൽ 48 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത്രയും കിട്ടും. അതെന്ത് 50%. ഇപ്പോൾ കിട്ടുന്ന സാധനം 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അത്രയും മോൾസ് ഓഫ് എന്ത് കിട്ടും? ഈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും സെയിം പരിപാടി ചെയ്യുന്ന ഉത്തരം കിട്ടും. ഈ വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. ഇതൊരു ജി അഡ്വാൻസ് നല്ല ലെവൽ ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയാൻ പറ്റും. ഇത് നല്ല ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്ന് വെച്ചാൽ ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സിലുള്ള +2 4 ചാപ്റ്റേഴ്സിലെ ഇക്വേഷൻസ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ആക്ച്വലി അറിയണം. ഇനിയിപ്പോൾ ഈ NAB എന്ത് ട്രീറ്റ് ചെയ്താൽ എന്താ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് NaO ഇവിടെ അറ്റാച്ച് ആയിട്ട് പിന്നെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ബെൻസോയിക് ആസിഡാണ് കിട്ടുക. അത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കും. ഓക്കെ. ചെറിയ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇവിടെ പോയിട്ട് നെഗറ്റീവ് വരും. ആ നെഗറ്റീവിലേക്ക് പോയിട്ട് ONa അറ്റാച്ച് ആവും. അപ്പോൾ ഇവിടെ എന്ത് വരും? ബ്രോമിൻ വരും. റൈറ്റ്. എന്നിട്ടോ ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് ഈ Na പോയിട്ട് ഇവിടെ എന്ത് വരും?
എച്ച് വരും. എന്നെ പോയിട്ട് ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ എന്നെ പോയിട്ട് എച്ച് വരും. ഈ നെഗറ്റീവ് തിരിച്ച് ബാക്കോട്ടേക്ക് വരും. അപ്പോൾ ബ്രോമിന് സ്ഥലം വിടും. അപ്പോൾ ഉണ്ടാവും. അപ്പോൾ COH കിട്ടിയിട്ടുണ്ട്. അതാണ് പരിപാടി. ഇനി അതായത് ഞാൻ മെക്കാനിസം ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി എന്നിട്ടോ ഇത് NH3 ട്രീറ്റ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? NH3 ട്രീറ്റ് ചെയ്താൽ ചൂടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനം അമൈഡായിട്ട് മാറും. ഓക്കെ, അമൈഡായിട്ട് മാറും. അപ്പോൾ അമൈഡായിട്ട് ഉണ്ട്. ഇതൊക്കെ ബാലൻസ് സ്റ്റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്, കംപ്ലീറ്റ് ബാലൻസ് തന്നെയാണ്. ഇത് അമൈഡായി Br2, ഇതാണ് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. അപ്പോൾ ഈ കാർബൺ പോവും, എന്നിട്ട് അവിടെ NH വരും. അപ്പോൾ നമുക്ക് കിട്ടും അനിലിൻ കിട്ടും. അനിലിൻ ബ്രോമിനായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ 3 ഭാഗത്തും ബ്രോമിൻ വരും. ഇതാണ് പരിപാടി. ഇനി ഇവിടെ എത്ര മോൾസ് എടുത്തിട്ടുണ്ട്? ഇത് 10 മോൾസ് ഈ സാധനം എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 10 മോൾസ് 60% ഈൽഡാണ്. അപ്പോൾ 6 മോൾസ് ഇവിടെ വരത്തുള്ളൂ. 6 മോൾസ് 50% ഈൽഡ് ആവുമല്ലോ. അപ്പോൾ ഇവിടെ എന്താവും? 3 മോൾസ് എടുത്തുള്ളൂ. 3% വീണ്ടും 50%. അപ്പോൾ എത്രയാണ്? 3/2 ദാറ്റ് മീൻസ് 1.5 മോൾസ് എടുത്തുള്ളൂ. 100% ഈൽഡ് ആവില്ല. അപ്പോൾ ഇവിടെ 1.5 മോൾസ് ഓഫ് ഡി കിട്ടുന്നുണ്ട്. ഇനി ഡിയുടെ എത്ര മോൾസ് കിട്ടി? ഇതിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? അതിൻ്റെ വെയിറ്റാണ് കിട്ടാൻ പോകുന്നത്. ഈ സാധനത്തിൽ ഡിയുടെ ഗ്രാംസ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 3 Br ഉണ്ട് എന്ന് വെച്ചാൽ 240. ഒരു നൈട്രജന് ദാറ്റ് ഈസ് 14. 14ഉം 2ഉം 16. 2 ഹൈഡ്രജൻ ഉണ്ട്. പോരായിട്ട് ഓക്കെ, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2, 3, 4. സോ 14 പ്ലസ് 4 18. ടോട്ടൽ 18 പ്ലസ് ഇവിടെ 18ഉം ഇവിടെ പ്ലസ് 6 കാർബൺ ഉണ്ട്. അപ്പോൾ അത് 72. അപ്പം നമുക്ക് 240, 18, 72 എല്ലാം കൂട്ടി 10, 4, 7, 11, 13, 14, 3, 340. എത്ര വരുന്നത്? കറക്റ്റ് തന്നെയാണ്. സോറി, 330 ആട്ടോ വരുന്നത്. ഇപ്പോൾ 5 കറക്റ്റ് 330. അപ്പോൾ 330 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഇൻറ്റു ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സോഷ്യോമെട്രിക് ആക്ഷൻ. ഇതെന്താ? ഈ പറഞ്ഞ സാധനം ഈ പറഞ്ഞ സാധനം ഇതാണെന്ന് അറിയണം. അത് നമ്മൾ മെല്ലെ പഠിക്കും, ഇനോർഗാനിക് പഠിക്കും. അത് വെള്ളമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ സാധനം കിട്ടുമ്പോൾ ആ ക്ലോറിൻ മാറിയിട്ട് അവിടെ OH ട്വൈസ് വരും. എന്നിട്ട് അതിൻ്റെ ടെട്രാമർ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ പഠിക്കും കേട്ടോ. ടെട്രാമർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ 4 എഴുതുന്നതെന്ന് പറഞ്ഞാൽ അത് ബാലൻസ് ചെയ്യാൻ നമ്മൾ അത് പഠിക്കുന്നതാണ്. ഇക്വേഷനിൽ അതിൻ്റെ ഇപ്പം തന്നെ പഠിക്കുന്നത്. 4 ഇത് ടെട്രാമർ എന്നാൽ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. സിലിക്കൺ സിലിക്കൺ സിലിക്കൺ, അതിൻ്റെ ഇടയ്ക്കുള്ള ഓക്സിജൻസ് ഉണ്ട്. പിന്നെന്താണ്? അതിൻ്റെ ഇടയ്ക്ക് 2 മീത്തൈൽസ് ഉണ്ട്. ഇത് ടെട്രാമർ. ഈ സാധനം കിട്ടുമ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രയാണ്? 516 ഗ്രാംസ് ഓഫ് ഈ പറഞ്ഞ സാധനമുള്ളത്. ഇതിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? അതിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 298 ആവുമല്ലോ അതിൻ്റെ മോളിക്കുലർ മാസ്. അപ്പം 516 ഡിവൈഡ് ബൈ 298 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 129 അല്ലേ? ചെയ്ത് നോക്കണം. വെറുതെ സമയം വേസ്റ്റ് ആക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു പറയുന്നില്ല. 129 ചെയ്ത് കഴിഞ്ഞാൽ അത് 4 മോൾസ് കിട്ടും. അപ്പം ഈ പറഞ്ഞ സാധനം 4 മോൾസ് എടുത്തിട്ടുണ്ട്. ശരി, അന്നേരം 4 മോൾസിന് 4 തന്നെയല്ലേ കിട്ടുക? 1:1 റേഷ്യോ. അപ്പോൾ ഈ പറഞ്ഞ സാധനം 4 മോൾസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ സാധനം 4 മോൾസ് ഇവിടുത്തെ ഓൾറെഡി 4 മോൾസിൻ്റെ കണക്ക് തന്നെയാണ്. അപ്പോൾ 4 മോൾസിൽ ഈ സാധനമേ കിട്ടത്തുള്ളൂ. ഇനി ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോളാർ മാസ് കണ്ടെത്താൻ തന്നെയാണ് അല്ലേ? പക്ഷേ 75% മീൽ. അപ്പോൾ ഇതിൻ്റെ മോളാർ മാസ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ആ മോളാർ മാസ് എന്തുമായിട്ട് അടിക്കുക? 75/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഉത്തരം കിട്ടും. ദാറ്റ്സ് ഇറ്റ്.